മുതിർന്ന ആളുകൾ, പ്രായമുള്ള ആളുകൾ, അറിവുള്ളവർ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. ചില കുടുംബനാഥന്മാർ അവരുടെ മക്കളെ പ്രാർത്ഥിപ്പിക്കും. അല്ലെങ്കിൽ പൗരോഹിത്യം സ്വീകരിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ ആ മകൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. വിവാഹത്തിനായി പോകുമ്പോൾ അവരുടെ മകൻ്റെ മകളുടെ ശിരസിൽ ആ മാതാപിതാക്കൾ, ആ ഭവനത്തിലെ പ്രിയപ്പെട്ടവർ, പ്രായമായവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അതൊരു അടയാളമാണ്. ഒരുപക്ഷെ ധ്യാനത്തിന് പോകുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അവിടെ വചനം ശുശ്രൂഷ ചെയ്യുന്ന ഒരാളുടെ കൈവപ്പ് പ്രാർത്ഥന അതെന്നെ മഹത്വമുള്ളവനാക്കി മാറ്റും, അനുഗ്രഹമുള്ളവനാക്കി മാറ്റും. അതൊരു ചടങ്ങല്ല. പ്രാർത്ഥനയുള്ളവൻ്റെ, ദൈവത്തിൽ നിയോഗത്തിൽ നിൽക്കുന്നവൻ്റെ കരങ്ങളിൽ എൻ്റെ വിടുതലുണ്ട്. നിയോഗത്തിൽ നിൽക്കുന്നവൻ്റെ കൈവെള്ളയിൽ എനിക്കുള്ള അഭിഷേകത്തെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്കുള്ള അനുഗ്രഹത്തെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് എൻ്റെ കയ്യിലോട്ട് നേരിട്ടല്ല, ചില നിയോഗമുള്ളവൻ്റെ കരങ്ങളിലാണ് എൻ്റെ അനുഗ്രഹത്തെ ദൈവം വച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന നിങ്ങളെ ദൈവനാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കുള്ളൊരു അനുഗ്രഹത്തെ ദൈവം എൻ്റെ കയ്യിലാണ്